ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. വിചിത്രമായി തോന്നുന്നു, ഇതെല്ലാം സർവീസിലുള്ളപ്പോൾ തീർക്കേണ്ടതില്ലേ? സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. കൊച്ചി. വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതിൽ തുടർച്ചയായ 3ാം വട്ടവും വിമർശനവുമായി ഹൈക്കോടതി. സർക്കാരിന്റെ നടപടി വിചിത്രമായി തോന്നുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കേസ് വിധി പറയാനായി മാറ്റി. ഡോക്ടർ സിസ തോമസ് വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും ഗ്രാറ്റുവിറ്റിയും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഡോക്ടർ സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതും വിരമിക്കുമ്പോഴുള്ള ബാധ്യതകൾ തീർക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളുമാണ് തടസ്സമായി നിൽക്കുന്നതെന്ന് സർക്കാർ വിശദീകരണം നൽകി. ഇത്തരമൊരു വാദം തങ്ങൾ ആദ്യമായാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞ കോടതി, ഇക്കാര്യങ്ങളൊക്കെ സർവീസിലുള്ളപ്പോൾ തീർക്കേണ്ടതില്ലേ എന്ന് ആരാഞ്ഞു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി അവർ ഇതിന്റെ പിന്നാലെ നടക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചവരോട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള തുകയിലെ പെൻഷനും മറ്റുമെന്നും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസ് വിധി പറയാനായി മാറ്റിയത്. 2023 മാർച്ച് 31 ഡോക്ടർ സിസ തോമസ് വിരമിച്ചത്. ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സാഹചര്യത്തിലാണ് ഡോക്ടർ സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. തൃണമൂലിനെ അടുപ്പിക്കാതെ കോൺഗ്രസ്, അഭയം തന്നവരെ കൈവിടാന് വയ്യാതെ അൻവർ, വിലപേശി യുഡിഎഫിൽ എത്തുമോ? തിരുവനന്തപുരം. നിലമ്പൂരിലെ വിലപേശല് തന്ത്രവുമായി PV അൻവർ കളം നിറയുമ്പോൾ തൃണമൂല് കോൺഗ്രസിനെ ഒരു കാരണവശാലും യുഡിഎഫിലെ എടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നിലവിൽ കോൺഗ്രസ്. തൃണമൂലിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് അൻവർ നൽകിയ കത്ത് പരിഗണിച്ചപ്പോൾ തന്നെ UDF നേതൃത്വം അൻവറിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ദേശീയ തലത്തില് കോൺഗ്രസ് തീരുമാനങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന തൃണമൂല് കോൺഗ്രസിനെ കേരളത്തിലെ യുഡിഎഫിന്റെ ഭാഗമാക്കുന്നതിന് ഹൈക്കമാൻഡിന് കടുത്ത എതിർപ്പാണുള്ളത്. ഇക്കാര്യം ദേശീയ നേതൃത്വം KPCCയെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ പാർട്ടിയായ തൃണമൂലിനെ യുഡിഎഫിന്റെ ഭാഗമാക്കിയാല് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് അവര് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതാക്കള് മുന്നില് കാണുന്നുണ്ട്. നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയില് ഇത് മുന്നണിയിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നിലവിലെ സാഹചര്യത്തില് തൃണമൂലിന്റെ UDF പ്രവേശം അടഞ്ഞ അധ്യായമാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കള് പറയുന്നത്. അത് കണക്കിലെടുത്താണ് അൻവറിനോട് സ്വന്തം പാർട്ടി രൂപീകരിക്കുകയോ ഏതെങ്കിലും ഘടകകക്ഷിയുടെ ഭാഗമാകുകയോ ചെയ്യുകയെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ആരംഭി മാതൃകയില് സഹകരിക്കുന്ന കാര്യവും ചർച്ചയായിരുന്നു. എന്നാല് രണ്ടും വ്യത്യസ്ത സാഹചര്യമാണെന്നാണ് അൻവർ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇടതു സ്വഭാവമുള്ള ആരംഭിക്ക് പുറത്തുനിന്ന് സഹകരിക്കുന്നതാണ് താൽപര്യം. അതേസമയം UDFിന്റെ ഭാഗമായി മാറണമെന്നതാണ് അൻവറിനൊപ്പം ഇടതുമുന്നണി വിട്ടെത്തിയ ഭൂരിപക്ഷത്തിന്റെയും ആവശ്യം. ആപത്തുകാലത്ത് ഒപ്പം നിന്ന തൃണമൂല് കോൺഗ്രസിനെ കൈവിടാന് കഴിയില്ലെന്ന നിലപാടിലാണ് അൻവർ. പാർട്ടി രൂപീകരിച്ച് DMKയുടെ ഭാഗമാകാനുള്ള അൻവറിന്റെ ശ്രമം പാളിയപ്പോൾ തൃണമൂല് കോൺഗ്രസാണ് അൻവറിന് അഭയം നൽകിയത്. UDFിലെ ചർച്ചകൾക്ക് ശേഷം ഒരു പ്രധാന ഘടകകക്ഷി അൻവറിനെ ഒപ്പം നിർത്താനുള്ള നീക്കം നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അൻവരെ എത്താതിരുന്നതില് അവർക്കും കടുത്ത എതിർപ്പുണ്ട്. ആരംഭി മാതൃകയില് സഹകരിക്കുന്ന കാര്യവും ചർച്ചയായിരുന്നു. എന്നാല് രണ്ടും വ്യത്യസ്ത സാഹചര്യമാണെന്നാണ് അൻവർ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇടതു സ്വഭാവമുള്ള ആരംഭിക്ക് പുറത്തുനിന്ന് സഹകരിക്കുന്നതാണ് താൽപര്യം. അതേസമയം UDFിന്റെ ഭാഗമായി മാറണമെന്നതാണ് അൻവറിനൊപ്പം ഇടതുമുന്നണി വിട്ടെത്തിയ ഭൂരിപക്ഷത്തിന്റെയും ആവശ്യം. ആപത്തുകാലത്ത് ഒപ്പം നിന്ന തൃണമൂല് കോൺഗ്രസിനെ കൈവിടാന് കഴിയില്ലെന്ന നിലപാടിലാണ് അൻവർ. പാർട്ടി രൂപീകരിച്ച് DMKയുടെ ഭാഗമാകാനുള്ള അൻവറിന്റെ ശ്രമം പാളിയപ്പോൾ തൃണമൂല് കോൺഗ്രസാണ് അൻവറിന് അഭയം നൽകിയത്. UDFിലെ ചർച്ചകൾക്ക് ശേഷം ഒരു പ്രധാന ഘടകകക്ഷി അൻവറിനെ ഒപ്പം നിർത്താനുള്ള നീക്കം നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അൻവരെ എത്താതിരുന്നതില് അവർക്കും കടുത്ത എതിർപ്പുണ്ട്. ആ സാഹചര്യത്തില് ഏതു വിധേനയും വിലപേശി UDFിന്റെ ഭാഗമാകാനുള്ള അവസാന ശ്രമമാണ് നടക്കുന്നത്. ഇതിനിടെ ലീഗിനെ കൂടി വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അൻവർ PK കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തി. കാര്യങ്ങള് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയെന്നും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. കേരളത്തിൽ ഇനി 5 ദിവസം വ്യാപക മഴ. ചെല്ലാനത്ത് കടലാക്രമണം രൂക്ഷം. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ച 6 ജില്ലകളിൽ റെഡ് അലർട്ട്. 31 വരെ മഴ തുടരും. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത്. ചെല്ലാനം, കണ്ണമാലി മേഖലകളിൽ രൂക്ഷമായ കടലാക്രമണമുണ്ട്. അതിനിടെ ഒഡിഷ തീരത്തിനു സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ഇതോടെ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കു സാധ്യതയുണ്ട്. ഇന്ന് മുതൽ 30 വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും 31 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾ
മദ്രസകൾ, അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഡി.ആർ. മേഘശ്രീ ബുധനാഴ്ച 28 മെയ് 25 അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾ, റെസിഡൻഷ്യൽ കോളേജുകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ജില്ലയിൽ ഇപ്പോഴും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പായ റെഡ് അലർട്ട് തുടരുകയാണ്. ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം, അടച്ചിട്ട 48 കടകളും തുറന്നു, വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട താഴെ നിലയിലെ 48 കടകളും ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ തുറന്നു. താഴെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ ഷോപ്പ്, തുണിക്കടകൾ, സ്റ്റേഷനറി കടകൾ, ലഘുഭക്ഷണശാലകൾ, പുസ്തക കടകൾ, ലോട്ടറി കടകൾ എന്നിവയാണ് ഇന്നലെ തുറന്നത്. തീപിടുത്തത്തെ തുടർന്ന് വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. ജനറേറ്റർ വഴിയാണ് വെളിച്ചം എത്തിച്ചത്. ബസ് സ്റ്റാൻഡിനകത്ത് തീ കത്തിയ ഭാഗത്തെ ബസ് ബേക്കു സമീപം സുരക്ഷാ കാരണങ്ങളാൽ പോലീസ് കെട്ടിയിരിക്കുന്ന റിബണുകൾ അഴിച്ചുമാറ്റിയിട്ടില്ല. ഇവ നീക്കം ചെയ്യണമെന്ന് വ്യാപാരികൾ പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായിട്ടില്ല. കലക്ടറുടെ നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ കടകൾക്ക് അഭിമുഖമായി ബസ് ബേയോട് അടുപ്പിച്ചു കെട്ടിയ റിബൺ അഴിച്ചു മാറ്റാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. കത്തിയ കെട്ടിടത്തിന്റെ ഭാഗത്ത് ബസ്സുകൾ നിർത്തിയിടുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് അനുവദിക്കൂ. ബസ് സ്റ്റാൻഡിന് മുകളിലെ കടകളിലുണ്ടായ തീപിടുത്തം കാരണം കച്ചവടക്കാർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതിനാലാണ് അവിടുത്തെ ഇലക്ട്രിക് പാനലുകളും മറ്റ് ഉപകരണങ്ങളുമെല്ലാം നശിച്ചുപോയതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി വി. സുനിൽകുമാർ പറഞ്ഞു. അഫാന് രക്ഷപ്പെട്ടാലും ജീവിതകാലം മുഴുവൻ അനങ്ങാതെ കിടക്കും. ഡോക്ടർമാര് പറയുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുന്നു. ജീവന് തിരിച്ചു കിട്ടിയാലും അഫാന് കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. നിലവിൽ വെന്റിലേറ്ററിലാണ്. ഇന്നലെ ഡോക്ടർമാര് അഫാന്റെ പേര് വിളിച്ചപ്പോൾ കണ്ണുകൾ നേരിയ രീതിയിൽ അനങ്ങിയതായി അധികൃതർ പറഞ്ഞു. ചെറുതായി തിരിച്ചറിയുന്ന ലക്ഷണമാണിത്. എന്നാലും പൂർണ്ണമായി ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന് പറയാനാകില്ല. ഞായറാഴ്ച രാവിലെ 11ഓടെയാണ് ടോയ്ലറ്റിലും മുണ്ടുപയോഗിച്ച് തൂങ്ങിയത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വളരെയധികം നിലച്ചിട്ടുണ്ട്. രക്തയോട്ടം പോരാതെ കോശങ്ങളും നശിച്ചിട്ടുണ്ട്. ഇതുമൂലം തലച്ചോറിൽ വലിയ രീതിയിൽ ക്ഷതമേൽക്കാം. കൃത്യമായ ഇടവേളകളിൽ MRI സ്കാനുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ എത്രമാത്രം ക്ഷതം തലച്ചോറിൽ സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ ചികിത്സ. മരുന്നിനോടും നേരിയ പ്രതികരണമാണ് ശരീരം കാണിക്കുന്നത്. നിലവിൽ അഫാന്റെ തിരിച്ചുവരവിനെപ്പറ്റി ഉറപ്പിച്ച് ഒന്നും പറയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അഫാന്റെ ശരീരത്തിന്റെ ഭാരം കാരണം തൂങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കഴുത്തിലെ കെട്ട് മുറുകിയിരുന്നതായാണ് നിഗമനം. പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള UET ബ്ലോക്കിലെ സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. ETV കാണാനായി പുറത്തിറക്കിയപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് കൈക്കലാക്കി. നിമിഷനേരം കൊണ്ട് കെട്ടിത്തൂങ്ങുകയായിരുന്നു. 34 കണ്ടെയ്നറുകൾ കൊല്ലം തീരതടഞ്ഞു. മെയ് 28 വരെ മീൻപിടുത്തത്തിന് നിരോധനം. കൊല്ലം, കൊച്ചിയിൽ മുങ്ങിയ MSC എൽസ 3 ചരക്കുകപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ 34 എണ്ണം കൊല്ലം തീരതടഞ്ഞു. ഞായറാഴ്ച രാത്രി 10:30 ആലപ്പാട് തീരത്തും തിങ്കളാഴ്ച പുലർച്ചെയോടെ ചവറ, പരിമണം, ശക്തികുളങ്ങര ഭാഗങ്ങളിലും കണ്ടെയ്നറുകളെത്തി. പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കണ്ടെയ്നറുകൾ കയറുകൊണ്ട് കരയിലേക്ക് ബന്ധിച്ചു നിർത്തി. കൊല്ലം തീരത്തെത്തിയ 3 കണ്ടെയ്നറുകൾ പരസ്പരം ബന്ധിച്ച നിലയിലായിരുന്നു. ശീതീകരണ സംവിധാനമുള്ള കണ്ടെയ്നറുകളും കൂട്ടത്തിലുണ്ട്. കപ്പലിലെ ജീവൻ ഷാബോട്ടിലൊരെണ്ണവും ശക്തികുളങ്ങരയിൽ അടഞ്ഞു. മൺസൂണിലെ സമുദ്രജലപ്രവാഹം തെക്കോട്ടായതിനാലാണ് കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തെത്തിയത്. ആകെ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതിൽ 13 എണ്ണത്തിലാണ് ഹാനികരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നത്. ഇവ കടലിൽ പരന്നിട്ടുണ്ടാവുമോ എന്ന ആശങ്ക മുൻനിർത്തി മെയ് 28 വരെ മീൻപിടുത്തത്തിന് നിരോധനമേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടെയ്നറുകളിലെ ന്യൂസ് പ്രിന്റും തുണിയും. കൊല്ലം തീരത്തെത്തിയ കണ്ടെയ്നറുകളിൽ ഗ്രീൻ ടീയും ന്യൂസ് പ്രിന്ററുകളും തുണിയുമടക്കമുള്ള വസ്തുക്കൾ. തിങ്കളാഴ്ച രാവിലെ ശക്തികുളങ്ങര സെയിന്റ് ജോൺ ഡി ബ്രെഡോ ദേവാലയത്തിനു പിന്നിലെ തീരതടിഞ്ഞ ചുവപ്പു നിറമുള്ള കണ്ടെയ്നറിലെ തേയില പാക്കറ്റുകളായിരുന്നു. മറ്റൊന്നിലെ തുണിത്തരങ്ങളും. 10 കണ്ടെയ്നറുകൾ തൊട്ടടുത്തടിഞ്ഞു. തകർന്ന നിലയിലുള്ള കണ്ടെയ്നറുകളിലൊന്നും തന്നെ ഇല്ലായിരുന്നു. വളവിൽത്തോപ്പ് പള്ളിക്ക് സമീപത്തെ ബീച്ചിലെത്തിയ കണ്ടെയ്നറുകൾക്കുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ ഉൽപ്പന്നങ്ങളായിരുന്നു. ഇവ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തുവന്ന തെർമോകോൾ ശക്തികുളങ്ങര തീരത്ത് വൻതോതിൽ അടിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറുകൾ നീക്കിത്തുടങ്ങി. കൊല്ലം തീരത്ത് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മാറിത്തുടങ്ങി. ഒരു കണ്ടെയ്നർ മത്സ്യബന്ധനയാനം കൊണ്ട് കെട്ടിവലിച്ച് പോർട്ടിലെത്തിച്ചു. പോളിമർ ഷീറ്റായിരുന്നു ഇതിലുണ്ടായിരുന്നത്. മറ്റ് കണ്ടെയ്നറുകൾ നീക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ തുടങ്ങും. ക്രെയിൻ വഹിക്കുന്ന വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടെയ്നറുകളും അടിഞ്ഞത്. 14 യാനങ്ങൾ ഉപയോഗിച്ച് കടൽമാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയി കൊല്ലം പോർട്ടിലേക്ക് മാറ്റും. KSEB കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ഇലക്ട്രിക്കൽ സർക്കിളിന്റെ കീഴിൽ കൺട്രോൾ റൂം തുറന്നു. കോഴിക്കോട് ജില്ലയിൽ 9496
01692 എന്ന നമ്പറിൽ 24 മണിക്കൂറും വൈദ്യുതി തടസ്സവും അപകടസാധ്യതയും സംബന്ധിച്ച് പരാതികൾ അറിയിക്കാൻ ബന്ധപ്പെടാവുന്നതാണ്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകടസാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം അത് സെക്ഷൻ ഓഫീസുകളിലോ 9496010101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കേണ്ടതാണ്. പരാതികൾ അറിയിക്കാൻ 19112 എന്ന ടോൾ ഫ്രീ നമ്പറിലോ വാട്സാപ്പ് നമ്പറായ 9496001912 മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ സർക്കിൾ, കോഴിക്കോട്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ്. കാലവർഷക്കെടുതിയിൽ അപകടകരമായ രീതിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് നിൽക്കുന്ന, ഓടിഞ്ഞോ കടപുഴകിയോ വീണിട്ടുള്ളതും ഇനി വീഴാൻ സാധ്യതയുള്ളതുമായ മരങ്ങൾ വ്യക്തികളുടെ ജീവനോ സ്വത്തിനോ അപകടം സംഭവിക്കാതിരിക്കാൻ പ്രസ്തുത മരങ്ങളുടെ ഉടമസ്ഥർ മുൻകൂട്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മരങ്ങൾ മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കി കോടഞ്ചേരി പഞ്ചായത്തിൽ അറിയിക്കേണ്ടതും, ഈ മരങ്ങൾ മുറിച്ചുമാറ്റാത്ത പക്ഷം ആയതിന്മേൽ ഉണ്ടാവുന്ന സകല നാശനഷ്ടങ്ങൾക്കും ദുരന്തനിവാരണ നിയമം 2005 സെക്ഷൻ 30(2) പ്രകാരം മരങ്ങളുടെ ഉടമസ്ഥൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ഇതിനാൽ അറിയിക്കുന്നു. പ്രസിഡന്റ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. സെക്രട്ടറി, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. കത്തോലിക്ക കോൺഗ്രസ്, കോടഞ്ചേരി. വീടിന്റെ സമീപമുള്ള തോട്ടിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾ ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കോടഞ്ചേരി യൂണിറ്റ് ആവശ്യപ്പെട്ടു. കുടുംബത്തിന്റെ തീരാനഷ്ടം പരിഗണിച്ച് കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കരിമഠത്തിൽ, ഭാരവാഹികളായ ഷില്ലി സെബാസ്റ്റ്യൻ, ബിബിൻ കുന്നത്ത്, ജസ്റ്റിൻ തറപ്പേൽ, ജോജോ പള്ളിക്കാമടത്തിൽ, ജെയിംസ് വെട്ടുകല്ലുംപുറത്ത്, ഷിജി അവനൂർ എന്നിവർ പ്രസംഗിച്ചു. പുലിക്കയം ജനകീയ കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടത്തി. കോടഞ്ചേരി. പുലിക്കയം ജനകീയ കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷം നെല്ലിപ്പയിൽ പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. കൂട്ടായ്മ പ്രസിഡന്റ് പി.ടി. ജോസ് അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കെ.പി. ചാക്കോച്ചൻ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ ഫാദർ ജിയോ മാത്യു പുതുശ്ശേരി പുത്തൻപുരിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. റോയി കുന്നപ്പള്ളി, റോസമ്മ കയത്തിങ്കൽ, ബ്രദർ സോണി പീറ്റർ, ഡോക്ടർ ഷൈജു ഏലിയാസ്, മനോജ്, സാബു അവണ്ണൂർ, കൂട്ടായ്മ ട്രഷറർ ഉഷ രാജൻ എന്നിവർ പ്രസംഗിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കരസ്ഥമാക്കിയ ഡോക്ടർ ഫാദർ ജിയോ മാത്യു പുതുശ്ശേരി പുത്തൻപുരിയിൽ PhD നേടിയ അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈജു ഏലിയാസ്, ശുചിത്വ പരിപാലന രംഗത്ത് കൊടുവള്ളി ബ്ലോക്കിലെ മികച്ച ഹരിത ടൗണായി തെരഞ്ഞെടുത്ത നെല്ലിപ്പൊയിൽ ടൗൺ, അതിന് നേതൃത്വം നൽകുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലിപ്പൊയിൽ യൂണിറ്റ്, ഓസ്ക ഇന്റർനാഷണൽ നെല്ലിപ്പൊയിൽ ചാപ്റ്റർ എന്നിവരെയും, കൂട്ടായ്മയുടെ മികച്ച വ്യക്തിഗത നിക്ഷേപകൻ ദിലീപ് കുര്യൻ, മികച്ച ഫാമിലി നിക്ഷേപകർ ഷിബു ദേവസ്യ, ഷിമില ഷിബു, കൂട്ടായ്മയുടെ യോഗങ്ങളിൽ മുഴുവൻ ഹാജർ കരസ്ഥമാക്കിയ P.E.T. ജോസ്, സണ്ണി P.E.T., ദിലീപ് കുര്യൻ എന്നിവരെയും 2024-25 പ്ലസ് ടു പരീക്ഷയിൽ പൂൾ A+ കരസ്ഥമാക്കിയ ജോയൽ ഷാജി മാത്യു, രുഗ്മ PR, ആഷ്മിയ സണ്ണി, ക്രൈസ മരിയ എന്നിവരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനകീയ കൂട്ടായ്മയ്ക്കു വേണ്ടി ആദരിച്ചു. കൂടാതെ പഠന മികവ് തെളിയിച്ച അബീന ബാബു, ആൻ മരിയ ബിനോയ്, റോഷൻ സണ്ണി, അശ്വതി അജയൻ, സുജിത് രാജേഷ്, ആദിത്യ അനീഷ് എന്നീ കുട്ടികൾക്ക് വാർഡ് മെമ്പർ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. നിര്യാതയായി കോടഞ്ചേരി നൂറാന്തോട് പരേതനായ വെട്ടുകല്ലിൽ ഉലഹന്നാന്റെ ഭാര്യ മറിയം, 98, അന്തരിച്ചു. സംസ്കാരം നാളെ 2025 മെയ് 28 ബുധൻ രാവിലെ 10:30 നൂറാന്തോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ. മക്കൾ വർഗീസ്, റോസമ്മ, ജോസഫ്, ത്രേസ്യ, ചാക്കോ, ചിന്നമ്മ, മേരി, ജോൺ, അൽഫോൻസ, ഏലിയാമ്മ, തോമസ്. മരുമക്കൾ അന്നമ്മ, ജോസഫ്, കുട്ടിയമ്മ, പാപ്പച്ചൻ, മോളി, കുഞ്ഞ്, മാത്യു, ലില്ലി, വർഗീസ്, ജോസുകുട്ടി, സാനി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.